നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. പിന്നെ ഓണമൊക്കെ എല്ലാവർക്കും എവിടം വരെയായി? ഓണമൊക്കെ ഇന്ന് രാവിലെ തൊട്ട് മഴ തുടങ്ങിയിരിക്കുകയാണ്. മഴ തുടങ്ങിയ കാരണം ഞാൻ രാവിലെ പുതുപ്പള്ളി വഴിയൊക്കെ ഒന്ന് പോയി. അപ്പം പോയപ്പോഴത്തേന് നമുക്ക് ഒരു സങ്കടം തോന്നിയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഒരു ഓണാഘോഷ പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് കാരണം ഒരു സങ്കടമല്ല, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് എല്ലായിടത്തും ഓണാഘോഷമായിരുന്നു. രാവിലെ ഓണത്തിൻ്റെ അന്ന് രാവിലെ മൈക്കിൻ്റെ ഒച്ച കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഓണാഘോഷ പരിപാടികളായിരുന്നു. ഇപ്പം അതൊന്നും കാണാനുമില്ല, കേൾക്കാനുമില്ല. ഞാൻ പുതുപ്പള്ളി കവല വഴി മൊത്തം ഒന്ന് കറങ്ങിയിട്ടൊന്നും ഒരിടത്തും ഒരു ഓണാഘോഷ പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് രാവിലെ അല്പസമയം നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും അതുപോലെ നമ്മുടെ പുതുപ്പള്ളി ടുഡേയുടെ പ്രേക്ഷകർ ഒക്കെ ഒരുപാട് ആൾക്കാർ പല സമയത്തൊക്കെ നമ്മളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് ചില സമയത്ത് വിളിച്ചാൽ എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പരാതികളുണ്ട്. ആ പരാതികളെന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മൾ മിക്കപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലൈവൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട്. അപ്പം പിന്നെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് എല്ലാവരുമായിട്ട് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുമ്പോഴത്തേന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എല്ലാവരുടെയും ഓണത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് കേൾക്കാമായിരുന്നു. കുറച്ച് സമയം ഫ്രീ ആണ്. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വൈഫും പിള്ളേരുമൊക്കെ നല്ല പണിയിലാണ്. കാരണം ഒരു ഓണസദ്യ ഒരുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം എൻ്റെ വീട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡിൽ പൊങ്ങൻപാറയിലാണ്. അപ്പം ഇതാണ് എൻ്റെ വീട്. അപ്പം വൈഫ് 3 പിള്ളേരാണ്, 3 പെൺപിള്ളേരാണ്. അമ്മയുണ്ട്. അച്ഛന് കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് മരണപ്പെട്ടു പോയി. ആ കോവിഡ് അച്ഛനെ ബാധിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലൂടെയായിരുന്നു ആ സമയത്ത് കടന്നു പോയത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കോവിഡ് ബാധിച്ചായിരുന്നു. ഞാനും ശകലം ക്രിട്ടിക്കലായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുമല്ലാത്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. അപ്പം ഈ കുട്ടികളൊന്നും അങ്ങനെ ഓണപരിപാടിയിലൊന്നും കാണുന്നില്ല. അതൊരു വലിയൊരു പ്രയാസമാണ്. ഇന്നിപ്പം പോയിട്ട് വന്ന വഴിക്ക് ഒരു വീട്ടിലൊരു അത്തപ്പൂക്കളം ഇടുന്നത് കണ്ടു. അതുപോലും വിരളമായിരുന്നു. അപ്പം ഞാനും ഇട്ടില്ല. നമ്മുടെ പിള്ളേർ മോള് ആന്ധ്രയിലായിരുന്നു. അപ്പം മോളെ കൊണ്ടുവരാനൊക്കെ പോയിട്ട് മോളിപ്പം വീട്ടിലുണ്ട്. അപ്പം അതിൻ്റെ തിരക്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. ഓണമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രോഗ്രാമുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓണത്തിന് എല്ലാവരും പോയി 2 സിനിമ കണ്ടു. ഒന്ന് കണ്ടത് നമ്മുടെ മോഹൻലാലിൻ്റെ മോളുടെ വിസ്മയുടെ തുടക്കമായിരുന്നു. അത് കുഴപ്പമില്ല, തിരക്കേടില്ലാത്തൊരു സിനിമയായിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണുമോ ഇല്ലെന്നറിയത്തില്ല. അത്യാവശ്യം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു തുടക്കം. ഞങ്ങൾ കറുകച്ചാലിൽ പോയാണ് കണ്ടത്. അഞ്ചാനി സിനിമാസി അവിടെ പോയാണ് കണ്ടത്. എല്ലാവരും ഫാമിലിയായിട്ടാണ് പോയി കണ്ടത്. വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു തുടക്കക്കാരി എന്ന് പറഞ്ഞാൽ വിസ്മയുടെ ആദ്യത്തെ പടമാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് ആ പെൺകുട്ടിയുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് ആ സിനിമ. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു. അത് തന്നെയല്ല, ഇപ്പോഴത്തെ തലമുറകൾ കണ്ടിരിക്കേണ്ട ഒരു സംഭവം കൂടെയാണ് ആ സിനിമ. കാരണം പെൺകുട്ടികൾ കണ്ടിരിക്കേണ്ട, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആ സിനിമയ്ക്കകത്ത്. അപ്പോൾ ആ തുടക്കം കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുറേ മാർഷൽ ആർട്സ്
അത് നമ്മൾ പെൺകുട്ടികൾ പഠിക്കണമെന്നുള്ളത് പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം എനിക്കും വലിയൊരു ആഗ്രഹം. അപ്പം എൻ്റെ മോള് രണ്ടാമത്തെ മോള് കരോട്ടയിൽ അടുത്തത് ബ്ലാക്ക് ബെൽറ്റാണ്. അപ്പം അതുവരെ പഠിപ്പിക്കാൻ പറ്റി. ബ്ലാക്ക് ബെൽറ്റിൻ്റെ സമയം വന്നപ്പം പഠിത്തവും കാര്യങ്ങളായിട്ട് ഇപ്പം മോള് എറണാകുളത്താണ്, അവിടെ ജർമ്മൻ പഠിക്കുകയാണ്. അപ്പോൾ അത് കാരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അതിനൊന്നും പിന്നെ പ്രാക്ടീസിന് പോകാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞ ദിവസം കണ്ടത് കൊമരകത്ത് പോയി വെൽവെറ്റ് സിനിമാസിൽ കണ്ടത് നമ്മുടെ പിന്നെ നിവിൻ പോളിയുടെ പടമാണ്. അത് നല്ല രസമാണ് കേട്ടോ. നമുക്ക് കണ്ടിരിക്കാന്ന് പറഞ്ഞാൽ നല്ല ത്രില്ലിങ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരുന്നു അത് കണ്ടത്. അപ്പോൾ അത് നല്ല സിനിമയാണ്. അപ്പോൾ ഈ 2 സിനിമയാണ് നമ്മൾ ഓണത്തിന് പ്രത്യേകിച്ച് കണ്ടത്. ബേദലെ കുടുംബ യൂണിറ്റ് നല്ല രസമാണ് പടം കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ലൈവിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓണത്തിന് ഇന്നലെ ഉത്രാടമല്ലായിരുന്നു. ഉത്രാടത്തിന് സാധാരണ ഭയങ്കര തിരക്കുള്ള ദിവസം, ഉത്രാടപ്പാച്ചിൽ എന്ന് എല്ലാവരും പറയുന്നത്. അപ്പോഴത്തേന് ഞാൻ ഇന്നലെ പിന്നെ വൈഫും പിള്ളേരും പറഞ്ഞു കുറച്ച് തുണിയും കൂടെ എടുക്കണം. അപ്പം നേരത്തെ കുറച്ച് അത്യാവശ്യം വേണ്ടതൊക്കെ തിരക്കിന് മുമ്പായിട്ട് എടുത്തായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ടൗൺ വരെ പോകാമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ് പോകാൻ വണ്ടിയും കൊണ്ട് പോകാൻ വലിയ പാടായിരിക്കും എന്ന് പറഞ്ഞു. അതായത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ കോട്ടയത്തിന് പോയി. കഞ്ഞിക്കുഴി വരെ റോഡ് വളരെ പുതുപ്പള്ളി ചലം തിരക്കുണ്ടായിരുന്നു, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. കഞ്ഞിക്കുഴിയിലെങ്ങും വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കോട്ടയം ടൗൺ വഴിയെല്ലാം ഒന്ന് കറങ്ങിയിട്ടൊന്നും വലിയ അത്യാവശ്യം അങ്ങനെ വലിയ ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ സ്ഥലങ്ങളും ഗതാഗത നിയന്ത്രണത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ലക്ഷ്മിയിൽ അവിടെയാണ് തുണി എടുക്കാൻ പോയത്. അപ്പം അത്യാവശ്യം വേണ്ട നല്ല കളക്ഷൻസ് ഉള്ളൊരു കടയാണ് ലക്ഷ്മി. അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും തുണിത്തരങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഷർട്ട് എടുത്തത് അവിടെ ഷർട്ടിന് നല്ല ക്വാളിറ്റി ഉള്ള ഷർട്ടുകളൊക്കെ 1000 തൊട്ടാണ് മുകളിലോട്ടുള്ളത്. പക്ഷേ ഈ ഞാൻ ഇട്ടിരിക്കുന്നത് 500 സംതിങ് ആണ്ട് വരുന്ന ഒരു ഷർട്ടാണ്. അങ്ങനെ ഞാൻ 2-3 ഷർട്ട് എടുത്തു. അതെല്ലാം നല്ല, കാരണം ആ വിലയ്ക്ക് അത്ര വലിയൊരു കടയിൽ നിന്ന് കിട്ടുന്ന തുണി എന്ന് പറയുന്നത് നല്ല തുണി തന്നെയാണ്. അപ്പം അങ്ങനെ അത്രയും വിലക്കുറവുണ്ട് ലക്ഷ്മിയിൽ. പിന്നെ എൻ്റെ അളിയൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ കിട്ടിയായിരുന്നു. അങ്ങനെ ലക്ഷ്മിയിൽ നിന്നാണ് അത്യാവശ്യം തുണിത്തരങ്ങളൊക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ ടൗണിൽ നിന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു പോകുന്നു. പക്ഷേ വഴിയിലെങ്ങും വലിയ ഉത്രാടത്തിൻ്റെ ആയിട്ടുള്ള തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ഞങ്ങളിപ്പം പറഞ്ഞില്ലേ ഓണസദ്യ, വൈഫും എല്ലാം ഓണസദ്യ ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. അപ്പം പച്ചക്കറി മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ കയറി. മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞ ഒരു തിരക്ക് കണ്ടത്. അപ്പം എന്നാലും കാറുമൊക്കെ ആയിട്ട് അതിൽ കടന്നു പോകുമായിരുന്നു. ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു മാർക്കറ്റിൻ്റെ അകത്ത്. അത് മാത്രമുള്ളായിരുന്നു ഓണമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നെ ഊഞ്ഞാൽ കെട്ട് എങ്ങും ഒറ്റ വീട്ടിൽ പോലും ഉണ്ടായിരുന്നു. നമുക്ക് ഊഞ്ഞാലാട്ടമൊന്നുമില്ല. പണ്ടൊക്കെ ഓണത്തിന് മുമ്പ് തന്നെ ഒന്നാം ഓണം തുടങ്ങും തൊട്ട് ഊഞ്ഞാലൊക്കെ കെട്ടി ആഘോഷങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനില്ല. നമ്മുടെ ഇവിടെ അടുത്ത് ഓണാഘോഷ പരിപാടിയൊക്കെ, എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ഓണാഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. വടംവലി അടക്കം ഫുൾ 2-3 ദിവസമൊക്കെ പരിപാടി നടന്ന ദിവസങ്ങളുണ്ട്. അതൊന്നുമില്ല ഇപ്പം. ഒരു പരിപാടിയില്ല. ഒരു ഒച്ച അനക്കം പോലും, ഒരു മൈക്കിൻ്റെ ഒച്ച പോലും ഒരിടത്ത് കേൾക്കാനില്ല. അത് പിന്നെ ഈ കോളേജിലും മറ്റുള്ള പിന്നെ എന്തെങ്കിലും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ ഓണാഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കാരണം ഓണമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു തിരക്കൊന്നും കാണുന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരുപാട് ആൾക്കാർ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ വിദേശങ്ങളിലുള്ളവർ, നമുക്കിവിടെ പകലാകുമ്പോൾ അവർക്ക് അവിടെ പകൽ വരുമ്പോൾ നമുക്ക് രാത്രിയാണ്. അപ്പോൾ അവരൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ ആൾക്കാർ നമ്മുടെ പിന്നെ വിദേശങ്ങളിലൊക്കെ ഇരുന്ന് വീഡിയോ കാണുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് അവർക്ക് പകൽ വരുമ്പോൾ നമുക്ക് രാത്രിയിലാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ രാത്രിയിൽ കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യുമ്പോൾ എനിക്കതിന് മറുപടി കൊടുക്കാൻ, കാരണം 1 മണി 2 മണി സമയത്തൊക്കെയാണ് കൂടുതൽ വിളി വരുന്നത്. അപ്പം എല്ലാം നേരം വിളക്കുമ്പോഴാണ് കാണുന്നത്. മിക്കപ്പോഴും വൈകിട്ട് ഒരു 10-11 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഫോൺ സൈലൻ്റ് ആക്കി
സെറ്റാക്കി വെക്കും. അപ്പോൾ അത് കാരണം പിന്നെ ഒരുപാട് സ്ഥലത്തുനിന്ന് വിളിക്കുന്ന എല്ലാ സ്ഥലത്തുകളിലും എത്താൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാനൊക്കെ എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തുനിന്നും വിളിയൊക്കെ വരുന്നുണ്ട്, പക്ഷേ അങ്ങും പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഓണമായിട്ട് ബന്ധപ്പെട്ട്? വീടുകളിലായിരിക്കും, എല്ലാവരും വീടുകളിലൊക്കെ ആയിരിക്കും. അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഓൺലൈനിലുണ്ട്. ജോൺസി പുത്തമ്പറമ്പിൽ ഹാപ്പി ഓണം. അതുപോലെ നമ്മുടെ കൂട്ടുകാരൻ റിജു വന്നിട്ടുണ്ട്, ഹാപ്പി ഓണമായിട്ട്. അതുപോലെ ജോജോ സാമുവൽ ഹാപ്പി ഓണം. പ്രിയ നമ്മുടെ ഒരു ഇതെല്ലാം നമ്മുടെ ആനിവേഴ്സറി ഫോളോവറായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും നമ്മുടെ കട്ട ഫോളോവേഴ്സാണ്. ശോഭ സുമേഷ് വെട്ടത്തുപോലയിൽ പകിടകളിയുണ്ട്. ഇന്ന് പകിടകളിയുടെ ഫൈനലാണ്. അപ്പം അത് അങ്ങോട്ട് പോകണമെന്നുണ്ട്. അത് 3 മത്സരമാണ് നടക്കുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേന് അവിടം വരെ ഒന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലായിരിക്കും അല്ലേ? റിജു എന്നാ ഉണ്ട്? പിന്നെ ഓണമൊക്കെ എവിടം വരെയായി? വെട്ടത്തുവലയിൽ പകിടകളിയുണ്ട്. അങ്ങനെ ഒരു നമ്മുടെ മിക്കവർക്കും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊന്നും അറിയാൻ മേലാത്തൊരു കളിയാണ് പകിടകളി. ഓണം വരുമ്പോഴത്തേന് നമ്മുടെ ഓണാഘോഷ പരിപാടികളുടെ കൂട്ടത്തിൽ വെട്ടത്തോലയിൽ ഒരു ക്ലബ്ബുണ്ട്, നാഷണൽ ക്ലബ്ബ്. അപ്പം ആ ക്ലബിൻ്റെ ഭാഗമായിട്ട് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും പതിവ് മുടങ്ങാതെ നടത്തുന്ന ഒരു പരിപാടിയാണ്. കോവിഡ് വന്ന കുറേ കാലഘട്ടത്തിലൊക്കെയാണ് മുടങ്ങിപ്പോയത്, എങ്കിലും അവരത് നല്ല രീതിയിൽ തന്നെ ഇപ്പം പകിടകളി കൊണ്ടു നടക്കുന്നുണ്ട്. അത് നല്ല രസമുള്ളൊരു കളിയാണ്. ഇപ്പോഴത്തെ പഴയ ആൾക്കാർ മാത്രം അതിൻ്റെ അകത്ത് ആ പോര് വെക്കുന്നതിൻ്റെ അകത്തുമൊക്കെ. അതുപോലെ നമ്മുടെ മാങ്ങാനത്ത് ചെമ്മരപ്പള്ളിയിൽ പകിടകളി മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ടു തന്നു. എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അവിടെയൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. അപ്പോൾ ഇതുമായിട്ട് ഈ കളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ആ ത്രില്ല് എന്താണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. കൊച്ചുമോൻ ജോസഫ് ഹായ്. ഓണമൊക്കെ എവിടം വരെയായി? അപ്പോൾ ഇതുമായിട്ട് ഈ കളി അനിൽ ഹാപ്പി ഓണം. നമ്മുടെ ചാനലിൻ്റെ ഫോളോവേഴ്സൊക്കെ ഒരുപാട് ആൾക്കാർ ഈ നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് സമയത്തൊക്കെ ഞാൻ നോക്കത്തുള്ളൂ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ദൂര സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, വയനാട്, കോഴിക്കോട്, തിരുവനന്തപുരം എന്ന് വേണ്ട ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്. പകിടകളി ലൈവ് പോകണേ, ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. സുമേഷ് ആണെന്ന് തോന്നുന്നു ഫൈനലി വന്നത്. സുമേഷും പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എബിയുണ്ട്, കോട്ടപ്പുറത്തെ എബിയും ഫൈനലി വന്നിട്ടുണ്ട്. അങ്ങനത്തെ മത്സരമാണ് തോന്നുന്നു. ഞാൻ ഇത്രയും ദിവസമായിട്ട് തൊട്ടടുത്താണ് നടക്കുന്നെങ്കിൽ പോലും ഒന്ന് പോകാൻ പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടിൽ 3 ചെറിയ അതിഥികളുണ്ട് കേട്ടോ. 3 പേരുണ്ട്, പിള്ളേർ 3 പേരുണ്ട്. ആ കൂട്ടത്തിൽ 3 പേര് വേറെ ഉണ്ട്. അതിൽ എന്തിയടാ ഇതാണ് ഒരാൾ, ചിന്നു ഭയങ്കര വികൃതിയാണ്. ഭയങ്കര വികൃതി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ശകല നേരം പോലും അടങ്ങിയിരിക്കത്തില്ല. മൊത്തം പെരയ്ക്കാവും മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞതാണ്. പിന്നെ വേറെ ഒരു വലുതെന്തിയടാ, പിന്നെ അതിൻ്റെ വലുതുണ്ട്. അതിന് ഇത് തമ്മിൽ ചേരുവോ ഇല്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു പിള്ളേർക്ക്. പക്ഷേ ഏതായാലും അവർ തമ്മിൽ ഒരു ദിവസം കൊണ്ട് കമ്പനിയായി. പിന്നെ ഉള്ളൊരു പട്ടിയാണ്, അത് ചെറുത് തന്നെയാണ്. അവന് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഫുൾ ടൈം ഉണ്ട്. അപ്പം അതെല്ലാം അകത്താണ്, എല്ലാത്തിനെയും മുറിക്കകത്തിട്ടിരിക്കുകയാണ്. വെളിയിലോട്ട് വല്ലപ്പോഴും പട്ടിയൊക്കെ വല്ലപ്പോഴും തുടലിൻ്റെ അകത്തുനിന്ന് ചാടി വെളിയിലോട്ടൊക്കെ പോകുന്നുണ്ട്.
എല്ലാവർക്കും പേടിയല്ല, പിന്നെ വീട്ടിൽ തന്നെ ഇട്ട് വളർത്തുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ആർക്കിട്ടെങ്കിലും കടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ പുതുപ്പള്ളിയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ എന്നോട് പരാതി പറഞ്ഞ തെരുവ് നായയുടെ ശല്യം. പുതുപ്പള്ളി മാത്രമല്ല കേട്ടോ, ഞാൻ പോകുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വാകത്താനത്ത് ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. പാമ്പാടി ചെന്നപ്പോൾ അവർ ചോദിച്ചു വീഡിയോ ചെയ്യാമെന്ന്. അയർക്കുന്നത്ത് ചെന്നപ്പം ചോദിച്ചു. എല്ലാവർക്കും പറയാനുള്ളത് തെരുവ് നായയുടെ ശല്യമാണ്. അത് ഭയങ്കരമായിട്ട്, കാരണം പുതുപ്പള്ളി കവലയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞാൻ കവല ചെന്നപ്പോഴത്തേന് ഇതെല്ലാം കൂടെ കൂടി കടിപിടി കൂടുമായിരുന്നു. പിന്നെ അത് അന്നേരം നാട്ടുകാരെല്ലാം അന്നേരം എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഇത് കണ്ട് ഇത്രയും ഭയങ്കര ശല്യമാണ്. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിലും അത് പെട്ടിട്ടുണ്ട്. അപ്പം ഈ പണ്ട് നേരത്തെയൊക്കെ ഇതിനെ പിടിച്ചുകൊണ്ട് പോയി വന്ധീകരണം ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നിന്നുപോയി. അതൊക്കെ വീണ്ടും ഉണ്ടാകണം. അതുപോലെ ഒരുപാട് ഈ 2 വീലർ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നുണ്ട് ഈ പിന്നെ ഇത് വിലങ്ങും ചാടി. അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് എല്ലാ പഞ്ചായത്തുകളും അത് മുൻകൈ എടുത്ത് അത് ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർ 2 വീലർ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നമുണ്ട് തെരുവുനായി. പിന്നെ തെരുവുനായികളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ അവരുമുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള, അവരിപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വൈകിട്ട് ഫുഡൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. ഇതിന് സ്ഥിരമായിട്ടൊരു പോയിന്റിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുമ്പോഴത്തേന് ഇത് കഴിക്കാൻ വേണ്ടി എന്നും മുടങ്ങാതെ ഇത് എവിടെയുണ്ടെങ്കിലും ആ സമയത്ത് അവിടെ വരും. ആ വരുമ്പോഴത്തേന് അതിൻ്റെ കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഒരു തെരുവുനായ ഉള്ളെന്നുണ്ടെങ്കിൽ നാളെ അതൊരു 10 എണ്ണത്തിനെയും കൂട്ടിയായിരിക്കും വരുന്നത്. അങ്ങനെ വന്ന ആ പ്രദേശത്ത് മുഴുവൻ ഇത് ആകുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു, തെരുവുനായി പ്രേമികൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതുങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം, കാരണം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ 1-2 തെരുവുനായി പ്രശ്നത്തിൻ്റെയൊക്കെ വീഡിയോ ചെയ്തപ്പോഴത്തേന് എറണാകുളത്ത് നിന്ന് ഇതിൻ്റെ ഒരു സംഘടനയുണ്ട്, അവരെന്നെ വിളിച്ചായിരുന്നു. കാരണം നമ്മുടെ വീഡിയോക്കകത്ത് അങ്ങനെ മോശമായിട്ടൊന്നും അതിനെ തെരുവുനായെ കൊല്ലണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പോൾ അത് കാരണം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നപോലെ ഒരു വീഡിയോ കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത്, അതുകൊണ്ട് തെരുവുനായുടെ പ്രശ്നം നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് ചാനലുകാർക്കൊക്കെ എതിരെ കേസൊക്കെ കൊടുത്തതാണ്. കാരണം നിങ്ങളിങ്ങനെ ഇതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത്, നമ്മൾ മോശമായിട്ടൊന്നും ഒരു ചാനലുകാരും മോശമായിട്ട് ചിത്രീകരിക്കുന്നില്ല. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുട്ടികളെ ഓടിച്ചിട്ട് ഈ തെരുവുനായി കടിക്കുന്നതൊക്കെ നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് ഇതിന് അക്രമകാരികളാകുന്നു? അപ്പോൾ അതിന് ഭക്ഷണം കിട്ടാതെ വരുന്നു. അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് കുട്ടികളെയാണ് കൂടുതലായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. അപ്പം ഈ കുട്ടികളെ സംബന്ധിച്ച് ഇതിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതകാലത്ത് പിന്നെ അവർ മറക്കത്തില്ല. കാരണം അത്രയ്ക്കൊരു ഭീകരമായ അവസ്ഥയാണ്. ഒരു 4-5 പട്ടികളൊക്കെ ഇച്ചിരി ഇല്ലാത്ത കുട്ടികളെയൊക്കെ ആക്രമിക്കുമ്പോഴത്തേന് അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതിന് വേണ്ട നടപടികളൊക്കെ ഉണ്ടാകണം. കാരണം കവല വഴിയല്ല ഇതൊന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടത്. അതിനൊക്കെ ഒരു പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കുകയും അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ABC സെൻ്ററൊക്കെ ആരംഭിക്കുന്നതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വഴിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരുപാട് പുതുപ്പള്ളി പഞ്ചായത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. വഴിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പുതുപ്പള്ളിയിലെ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ട ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം MLA അതിന് മുൻകൈ തന്നെ എടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ പുതുപ്പള്ളിയിലെ റോഡുകൾ മുഴുവൻ റീസ്റ്റോർ ചെയ്യാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടമായിട്ട് ഇനി തുടങ്ങാൻ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ കൈതപ്പാലം ഞാലിയാവഴി റോഡാണ്. അത് ഒരു വിധത്തിൽ ഇപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ പറ്റാം. മഴ പെയ്ത് വെള്ളം കൂടെ ആയപ്പോഴത്തേന് ഒരു വിധത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ അത് MLA ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നലെ ഞാനവിടെ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേന് ചാണ്ടികൊമ്പനെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയുകയും അവരോട് നടപടി എടുത്തില്ലെങ്കിൽ MLA തന്നെ സമരത്തിന് ഇറങ്ങുമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം PWD കാണിക്കുന്ന അവർ കുറേ ഇപ്പോൾ അത്യാവശ്യം പുതുപ്പള്ളിയിലുള്ള കുറച്ച് നമ്മുടെ മണർകാട് ബൈപ്പാസ് റോഡിൽ BM ഒക്കെ ചെയ്ത് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആൾക്കാർ അവിടെ നിന്ന് തന്നെ വിളിച്ചായിരുന്നു. കാരണം ഇതൊരു പ്രഹസനമാണ്, ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇങ്ങനെ ഒരു ടാറിങ് ഒരുപാട് സ്ഥലത്ത് പിന്നെയും കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അത് ഞാൻ അവരോട് അതിൻ്റെ എഞ്ചിനീയർമാരോട് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞത് തെങ്ങണ ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിന് തുക വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും അത് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡിൽ പൈപ്പ് പൊട്ടി നമ്മുടെ പള്ളിയുടെ അവിടെ തൊട്ട് പുതുപ്പള്ളി കവല വരെ വളരെ പാടാണ്. കാരണം അവിടെ ഒരു സ്കൂളുണ്ട്, ജോർജിയൻ പബ്ലിക് സ്കൂള്, അതിൻ്റെ മുൻവശത്തൊക്കെ തെരുതര പൊട്ടുന്നു. അതുപോലെ ഒരുപാട് ആൾക്കാർ അവിടെ അപകടത്തിൽപ്പെടുന്നുണ്ട്.
അപ്പോൾ അത് കാരണം അവരെല്ലാം വിളിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട് വഴിയുടെ അവസ്ഥ ചൂണ്ടിക്കാണിച്ച്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് മടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ അങ്ങാടി റോഡിലെ അവസ്ഥ എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് ആ റോഡിന് വീതി കുറവായിരുന്നപ്പം ആ റോഡിൻ്റെ സൈഡിലായിരുന്നു പൈപ്പ് ഇട്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് റോഡ് വീതി കൂട്ടിയപ്പോഴത്തേന് ഈ പൈപ്പ് ഈ റോഡിൻ്റെ നടുഭാഗത്താകുക തന്നെയല്ല, ഈ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 50-60 വർഷം പഴക്കമുള്ള പൈപ്പുകളാണ് ഈ റോഡിനടിയിൽ കിടക്കുന്നത്. അപ്പം ഇത് ചിലപ്പം 2 ദിവസം വെള്ളം കാണത്തില്ല, 3-ാമത്തെ ദിവസം പ്രഷർ കൂട്ടി വെള്ളം വരുമ്പോൾ ഇത് പൊട്ടും. അത് ഒട്ടിച്ചിട്ട് പോയിട്ട് അടുത്ത ആഴ്ച വീണ്ടും അവിടെ ഇത് വരുമ്പോഴത്തേന് വീണ്ടും പൈപ്പ് പൊട്ടും. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം എണ്ണിയപ്പോഴത്തേന് ഏതാണ്ട് 10-50 സ്ഥലത്തായിട്ടാണ് ഇത് പൊട്ടിയിട്ട് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. പാച്ച് വർക്ക് ചെയ്യുന്നത് അതും വൃത്തിയായിട്ടൊന്നുമല്ല. അവരുടെ ഒരു ജോലി, ഒരു കടമയെന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം ഈ ചത്ത പട്ടിയെയൊക്കെ വഴി കുഴിച്ചിടുന്നെന്ന് പറഞ്ഞ പോലെ വന്ന് ഇത് ഒരു കുഴി മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കുറേ മെറ്റൽ വിട്ട് പോകും. അത് വലിയ കുഴിയായിട്ട് മാറും. അങ്ങനെയാണ് ആ റോഡ് മുഴുവൻ. എന്നിട്ട് ഈ ഇടയ്ക്ക് ഇപ്പോഴത്തെ പാച്ച് വർക്ക് എന്ന് പറയുന്നത് ഒരു ടാറ് ഇങ്ങനെ ഒരു മിശ്രിത ഒരു പാക്കറ്റിനകത്ത് വന്ന് അത് കൊണ്ടുപോയി അങ്ങോട്ട് ഇടും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് മഴയത്ത് ടാറിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് PWD അവരോട് ചോദിച്ചപ്പോഴത്തേന് അത് മഴയാണേലും റോഡിൽ വെള്ളം കിടന്നാലും അതിട്ടാൽ കുഴപ്പമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ അതുമായിട്ട് സെറ്റായിക്കോളും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ റോഡിലെ വെള്ളമൊക്കെ ഒപ്പിയെടുത്ത് തുണിയും കൊണ്ട് വരെ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്, അവർ തുണിയും കൊണ്ട് വരെ ആ വെള്ളം ഒപ്പിയെടുത്തിട്ട് അത് ഈ പാക്കറ്റ് പൊട്ടിച്ച് അങ്ങോട്ടിടും. അത് കഴിയുമ്പോൾ അതവിടെ സെറ്റാവുമെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ പുതുപ്പള്ളിയിലെ ഫെഡറൽ ബാങ്കിൻ്റെ മുൻവശത്ത് അവിടെ റോഡിൽ പൈപ്പ് പൊട്ടിയായിരുന്നു. പൈപ്പ് പൊട്ടിയിട്ട് ഇവരവിടെ വന്ന് ഈ മിശ്രിതം തന്നെ അവരവിടെ കോരി ഇട്ടപ്പോഴത്തേന് അത് കഴിയുമ്പോൾ പിന്നെ അടിയിൽ വെള്ളം ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇവർ അവിടുത്തെ വെള്ളം എല്ലാം കളഞ്ഞിട്ടാണ് ഈ ടാർ മിശ്രിതം അവിടെ ഇടുന്നത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് വെള്ളം ഇങ്ങനെ കയറി വരാൻ തുടങ്ങി, വെള്ളം കയറാൻ തുടങ്ങി, വീണ്ടും പോകാൻ തുടങ്ങി. അങ്ങനെ അവിടെ വീണ്ടും ആ പ്രദേശം മുഴുവൻ വലിയ കുഴിയായിട്ട് മാറി. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് BM ചെയ്ത കൂട്ടത്തിൽ അവിടെ എല്ലാം ഒന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയത്തില്ല, പൈപ്പ് പൊട്ടൽ മാറാതെ അത് ചെയ്താൽ എത്രത്തോളം അത് മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം പുതുപ്പള്ളിയിലെ കാര്യങ്ങളെല്ലാം. പിന്നെ ബസ് സ്റ്റാൻഡാണ് നമ്മുടെ പുതുപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ അതിനും ആൾക്കാരെല്ലാം ഒരുപാട് വിളിക്കുന്നുണ്ട് അവിടുത്തെ വഴിയുടെ. ഇപ്പോൾ അത് കോൺക്രീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇനിയും വണ്ടി കടന്നു പോകാനുള്ള. പിന്നെ പുതിയ പഞ്ചായത്ത് ഭരണസമിതി ഒരുപാട് പദ്ധതികളാണ് പുതുപ്പള്ളിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് MLAയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുറച്ച് കാലതാമസം വരുമെന്നാണ് അവരും പറയുന്നത്. കാരണം ബസ് സ്റ്റാൻഡ് നവീകരണം, അതുപോലെ കവലയിലെ ട്രാഫിക്കിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ആ വഴി നിങ്ങൾക്കറിയാം, നമ്മുടെ സർവീസ് സ്റ്റേഷനുണ്ട്, ഷാപ്പുണ്ട്. ആ ഷാപ്പിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഇറങ്ങിപ്പോകുന്നത് വളരെയേറെ പാടുപെട്ടാണ്. അതുപോലെ 2 വീലറുമായിട്ട് വരുന്ന സ്ത്രീകൾ അവർ മിക്കപ്പോഴും അപകടത്തിൽപ്പെടുന്നുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ അങ്ങോട്ട് വളഞ്ഞ് കയറി മറ്റേ എരമല്ലൂർ റോഡിലോട്ട് വളഞ്ഞ് കയറുന്ന ആ ഭാഗത്ത് പരിചയമില്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കാർ നിന്ന് പോവും. പിന്നെ തൊട്ട് വരുന്ന വാഹനത്തിൽ തട്ടും. അങ്ങനെയുള്ള അപകടങ്ങൾ. അതുപോലെ ആ സമീപത്തിരിക്കുന്ന വീട്ടിലേക്ക് വരെ കാർ ഇടിച്ചു കയറിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ആ ഭാഗങ്ങളിലെ ഒരു ക്രമീകരണം, അതുപോലെ പഞ്ചായത്തിൻ്റെ റവന്യൂ ടവറിൻ്റെ നിർമ്മാണം, അതുപോലെ വില്ലേജ് ഓഫീസ് അങ്ങോട്ട് മാറുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 5 വർഷം കൊണ്ട് ഒരുപാട് മാറ്റം പുതുപ്പള്ളിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ ഉള്ളൂ. ഇതിനൊക്കെ ഒരുപാട് ഈ റോഡിൻ്റെ അവസ്ഥയ്ക്ക് ഒരുപാട് വീഡിയോ ചെയ്യണമെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുകൊണ്ടൊക്കെയാണ്. കാരണം എല്ലാത്തിനുമൊക്കെ ഫണ്ട് അനുവദിച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുറേ സാവകാശം നേടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകളാണ് അല്ലേ? എല്ലാവരും ഓണത്തിൻ്റെ വീട്ടിലൊക്കെ എല്ലാവരും സദ്യ ഒരുക്കാനുള്ള കാര്യത്തിലൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. അപ്പം ഞാനീ പറഞ്ഞ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട് സിനിമ കണ്ട ഈ 2 സിനിമയും നല്ല സിനിമ കേട്ടോ. നമുക്ക് വീട്ടുകാരുമായിട്ട് പോയി കാണാൻ പറ്റിയ 2 സിനിമയാണ്. തുടക്കവും നമ്മുടെ ബേദലഹീം കുടുംബ യൂണിറ്റും കേട്ടോ. അപ്പോൾ അത് 2 ഞാൻ പോയി കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. നല്ല സിനിമയാണ്. ഓണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സിനിമ, കുട്ടികളെയൊക്കെ സിനിമ കാണിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ് ഈ 2. അതുപോലെ തുടക്കം നമ്മുടെ പെൺകുട്ടികൾ
ഉള്ള മാതാപിതാക്കൾ തീർച്ചയായിട്ടും തുടക്കമൊക്കെ കാണിക്കണം. കാരണം അവർക്കതൊരു അതിൻ്റെ അകത്ത് ഒരുപാട് മെസ്സേജുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒന്ന് കാണിക്കുക. അപ്പം 2-3 ദിവസമൊക്കെ ആയിട്ട് എല്ലാവരും തിരക്കിലാണെന്നറിയാം. ഞാനും തിരക്കിലായിരുന്നു. പിള്ളേരെല്ലാം ഓണത്തിന് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ ആയിട്ടൊന്ന് കറങ്ങാൻ പോവുകയൊക്കെ ആയിരുന്നു പരിപാടികൾ. അത് കാരണമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്. ബൈ.